ഇന്നാണ് ആ ദിവസം. നമ്മുടെ റംബൂട്ടാൻ്റെ വിളവെടുപ്പ് ദിവസമാണിത്. എല്ലാം വളരെ ഭംഗിയായിട്ട് പഴുത്തു പോപ്പുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, കുറേ അധികം റംബൂട്ടാനുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് പഴുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മെയിൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന് മുന്നിൽ കുറേ എഫേർട്ട് ഉണ്ട്. ഞാൻ ആദ്യം മുതൽ ഇതിൻ്റെ പൂ വന്നത് മുതൽ ഈ ഒരു അവസ്ഥ വരെയുള്ള എല്ലാം വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് വിളവെടുക്കാം. ഓക്കെ. ഞാനുള്ളത് എൻ്റെ റംബൂട്ടാൻ മരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. എനിക്ക് ശരിക്കും 2 റംബൂട്ടാനുള്ളത്. ഒരെണ്ണം നല്ല വലുതാണ്, അത് വീട്ടിൻ്റെ മുൻവശത്താണ് നിൽക്കണത്, നല്ല ഹൈറ്റാണ്. അത് വെച്ചിട്ട് വീഡിയോ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ചെറിയ റംബൂട്ടാൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ റംബൂട്ടാനാണ്. ഇതൊരു 6 വർഷമായി ഞാൻ നട്ടിട്ട്. 6 വർഷം ആയിട്ടൊരു നട്ടൊരു 2 വർഷം 3 വർഷത്തിലാണ് നട്ട് കാച്ചു തുടങ്ങിയത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് കാച്ചിരിക്കുന്നത്. കാച്ച മീൻസ് ഇപ്പോൾ പൂ വന്നിട്ടുണ്ട്, നോക്കിയോ, കണ്ടോ. കാരണം റംബൂട്ടാൻ്റെ പൂവ് നിങ്ങൾക്ക് ചെറിയ കായകളിൽ കാണാൻ പറ്റും കുറേ, കണ്ടോ. അപ്പോൾ ഇത് N18 ഇനത്തിലുള്ള റംബൂട്ടാനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് കളറിലെ റംബൂട്ടാനാണ്. ഇതിൻ്റെ എന്താ പറയുക, വളർച്ചയുടെ ഈ പൂക്കളിൽ നിന്ന് കായായിട്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ അവസാനം വരെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും കാണിക്കുമ്പോൾ കുറേ ടിപ്സ് നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്കിതിന് ചുറ്റി ഒന്ന് കാണാം. ഇത് വളരെ ചെറിയൊരു റംബൂട്ടാനാണ്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, ഈ ഭാഗത്തൊക്കെ കുറേ പൂക്കൾ കാണാൻ പറ്റും. ഇവിടെ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. എല്ലാത്തിലും കായും വന്നു തുടങ്ങിയിട്ടുണ്ടോ, കണ്ടോ. അങ്ങ് മുകളിൽ കുറേ ഉണ്ട് കായ്. ഇത് ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കുറേ പൂക്കളും കായും ഒക്കെ കാണാൻ പറ്റും, കണ്ടോ. കുറേ അധികം കായ വന്നിട്ടുണ്ട് ആ ഭാഗത്ത്. ചെറിയ കായകളാണ്. അപ്പോൾ ഇത് കായകൾ വന്നു കഴിഞ്ഞാൽ റംബൂട്ടാന് കുറേ പ്രശ്നങ്ങളുണ്ടാവും. കായ് ഇടയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്, ഇലയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞുതരാം. ആദ്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്ന റംബൂട്ടാൻ നമ്മൾ ഒരു ചെടി അല്ലെങ്കിൽ തൈ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അല്പം പ്രായമുള്ള തൈകൾ, ഒരു വർഷമെങ്കിലും പഴക്കമുള്ള തൈ വേണം നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ. അത് വിത്ത് മുളപ്പിച്ചും നല്ല ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തൊക്കെ റംബൂട്ടാൻ നടാറുണ്ട്. വിത്ത് മുളച്ച തൈകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. കാരണം അതൊരു 8 വർഷത്തോളം എടുക്കും കായ്ക്കാൻ. അപ്പോൾ അത്രയും സമയം നമ്മൾ വളർത്തി വരുമ്പോൾ ഇനി അത് ആൺമരമാണെങ്കിൽ കായ് ഉണ്ടാവുകയില്ല. ഒരു 50% ആണും പെണ്ണും അങ്ങനെ തിരിഞ്ഞു വരിക. ആൺമരമാണെങ്കിൽ അതിൽ കായ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി N18 നല്ല ഇനമാണ്. അതിൽ റെഡാണ് കുറച്ച് ഡിമാൻഡ്. റെഡ് ഉണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, യെല്ലോ, പല കളറും റംബൂട്ടാൻ കാണാറുണ്ട്. റെഡാണ് കുറച്ച് ഡിമാൻഡുള്ള വെറൈറ്റി. അപ്പോൾ റെഡ് നല്ലൊരു വെറൈറ്റി ഏതെങ്കിലും വാങ്ങുക. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്ത് നല്ല അടിവളം കൊടുക്കുക. ആദ്യം ചാണകപ്പൊടി, മേൽമണ്ണ്, പിന്നെ കുറച്ച് എന്താ പറയുക എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇത്രയും ചേർത്ത് നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ട് കുഴി ഒന്ന് മൂടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് റംബൂട്ടാൻ നടുകയാണെങ്കിൽ അടിവളം നന്നായിട്ട് കിട്ടും. അതിനുശേഷം അത്ര ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റംബൂട്ടാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് റംബൂട്ടാൻ. ഒരു ജന്മദേശം നമുക്കറിയാം റംബൂട്ടാൻ തായ്ലാൻഡാണ്. തായ്ലാൻഡിൽ നിന്ന് ഇപ്പോൾ പിന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് ആ ഭാഗത്ത് നന്നായിട്ട് വളരുന്നുണ്ട്. ഒപ്പം ഇന്ത്യയിലും. കേരളത്തിൽ എനിക്ക് തോന്നുന്ന റംബൂട്ടാൻ ആദ്യം എത്തിയത് പത്തനംതിട്ട, തിരുവല്ല ആ ഭാഗത്താണ്. അവിടുന്ന് ഇപ്പം ഏകദേശം ചൂടുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ടത് വളരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാനിന്ന് തുടക്കത്തിൽ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കുറേ ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ റംബൂട്ടാൻ്റെ വീഡിയോ എടുത്തിട്ട് 12 ദിവസമായി. ഈ 12 നമ്മൾ ആദ്യം എടുക്കുമ്പോൾ റംബൂട്ടാനിൽ മൊത്തം പൂക്കളായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഈ 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൂക്കൾ ഏതാണ്ടെല്ലാം തന്നെ കായായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബഞ്ച് നേരത്തെയും കാണിച്ചായിരുന്നു നിങ്ങളെ. തന്നെയല്ല, അത് എല്ലായിടത്തും നന്നായിട്ട് കായ വന്നിട്ടുണ്ട്, കണ്ടോ. ഇവിടെ ഉണ്ട്. ഇത് മുകളിൽ നോക്കുകയാണെങ്കിൽ അത്രയും ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല ശരിക്കും. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം, കണ്ടോ. കുറേ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കായ പിടിക്കാൻ ശരിക്കും ഇതിന് പൂ വന്നു കഴിഞ്ഞാൽ പോളിനേഷൻ ഭംഗിയായിട്ട് നടക്കണം. പോളിനേഷൻ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ പൂക്കളെല്ലാം കായായിട്ട് മാറുള്ളൂ. ഈ പോളിനേഷൻ നടക്കണമെങ്കിൽ ചെറിയ പ്രാണികൾ ഒരുപാട് വരും. ഈ പ്രാണികളാണ് ശരിക്കും ഇതിൻ്റെ പോളിനേഷന് സഹായിക്കുന്നത്, പരാഗണത്തിന് സഹായിക്കുന്നത്. സാധാരണ വ്യാവസായികമായിട്ടൊക്കെ റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ അവർ തേനീച്ചയുടെ പെട്ടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കായകളുണ്ടാവാൻ സഹായിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ തന്നെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലും കുറേ കായ്കൾ കാണാം, ചെറിയ കായ്കൾ, കണ്ടോ. സോ 12 ദിവസം കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ റംബൂട്ടാൻ നട്ടിരിക്കുന്ന സ്ഥലം നോക്കൂ, വളരെ ഇടുങ്ങിയ സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. അതായത് റംബൂട്ടാൻ കൃഷി ചെയ്യാൻ ഒത്തിരിയൊന്നും സ്ഥലം ആവശ്യമില്ല. വേറെ പ്രത്യേകത, റംബൂട്ടാൻ്റെ വേരുകൾ ഒത്തിരി ആഴത്തിലേക്ക് പോയിട്ട്, ഇവിടെ ഞാൻ നോക്കണമെങ്കിൽ മതിൽ ചേർത്ത് നട്ടിരിക്കുന്നത്. മതിൽ മറിഞ്ഞു പോകും ഒത്തിരി ആഴത്തിൽ വേര് കൊണ്ട് ചെടി നടുകയാണെങ്കിൽ. ഞാൻ ഇവിടെ സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കൃഷികളും ഞാൻ പേരയായാലും മാവായാലും പ്ലാവായാലും ഒക്കെ ഞാൻ അതിലാണ് വെച്ചിരിക്കുന്നത്, വീപ്പുകളിലാണ് വെച്ചിരിക്കുന്നത്, കേട്ടോ. പക്ഷേ റംബൂട്ടാൻ ഞാൻ നിലത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ വേര് ഒത്തിരി സ്പ്രെഡ് ചെയ്തിട്ട് അത്രയും മതിലിന് കേടുണ്ടാക്കില്ല. അപ്പോൾ വളരെ കുറച്ച് സ്ഥലം കൊണ്ട് കൃഷി ചെയ്യാവുന്നൊരു ഫലവൃക്ഷമാണ് റംബൂട്ടാൻ എന്ന് പറഞ്ഞ സാധനം. ഇനി വേറൊന്ന്, ഇതിന് നടുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും സൺലൈറ്റ് ഇടുന്ന സ്ഥലമായിരിക്കണം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ വെള്ളം
ഇത് ശരിക്കും ഉഷ്ണമേഖല, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ചൂടുള്ള സ്ഥലത്ത് വളരുന്നതാണ്. നനവ് ഒത്തിരി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി. പിന്നെ പൂക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് ഇത് നനയ്ക്കരുത് എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നനച്ചു കഴിഞ്ഞാൽ പൂക്കളുടെ അല്ലെങ്കിൽ കായയുടെ എണ്ണം കുറയും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിനുള്ള വളപ്രയോഗം, പിന്നെ ഇതിൻ്റെ കായ കൊഴിഞ്ഞു പോകുക ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ എന്താ പറയുക ഇലകൾക്കൊരു ബ്രൗൺ നിറം ഉണ്ടാവും. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ റംബൂട്ടാൻ്റെ ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് 20 ദിവസം കൂടെ ആയി. സോ 20 ദിവസം കഴിയുമ്പോൾ കായ്കളുടെ അവസ്ഥ ചെയ്യണം കണ്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ പറയട്ടെ, കാലാവസ്ഥയിൽ വന്ന പെട്ടെന്നൊരു മാറ്റം, ഭയങ്കര ഒരു മാറ്റം വന്നു. കുറച്ച് നല്ല കാറ്റും മഴയുണ്ടായിരുന്നു, കുറേ കായകൾ കൊഴിഞ്ഞു പോയിട്ടോ. അത് കാരണം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോഴും നോക്കിയാൽ കുറേ കായകൾ കാണാൻ പറ്റുന്നുണ്ടോ. ഇതിൽ നിറച്ച് കായുണ്ട്. ഇനി ആ സൈഡിലും കുറേ കായുണ്ട്. ഇവിടെ കൂടെ നോക്കിയാൽ കുറേ കായകൾ കാണാം. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ റംബൂട്ടാൻ്റെ കായകളുള്ളത് കണ്ടോ. ഈ സൈഡിൽ വന്നാലും കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ അത്യാവശ്യം കുറേ കായകൾ എൻ്റെ ചെറിയ റംബൂട്ടാനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നോക്കൂ, എൻ്റെ പപ്പായയിലൊരു പഴുത്തിരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കുരുട്ട് തന്നെ മുളപ്പിച്ചതാട്ടോ. അപ്പുറത്തെ പറമ്പിൽ അറിയില്ല, അപ്പോൾ എനിക്കുള്ളതാണ്. അപ്പോൾ ഇനി 1-2 ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം റംബൂട്ടാൻ കൃഷി. എൻ്റെ റംബൂട്ടാൻ നമുക്ക് ഒരല്ല പോലും ഉണങ്ങി കഴിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ ഇലയെല്ലാം ഉണങ്ങി കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ കായ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നു. ഇത് രണ്ടിനുള്ള കാരണം ഒന്ന് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. കായ കൊഴിയുന്നതിനും ഇല കൊഴിഞ്ഞു പോകുന്നതിനും കാരണം ഒന്ന്, ഇല കരിഞ്ഞു പോകുന്നതിനും കാരണം ഒന്ന് തന്നെയാണ്. ചിലർ പറയുന്നത് പൊട്ടാഷ്യത്തിൻ്റെ കുറവാണ്, പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് പറയും. ചിലർ പറയും വെള്ളത്തിൻ്റെ കുറവാണെന്ന്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് ഇല ശരിക്കും കരിയുന്നത് നോർമലി എന്താ പറയുക നല്ല ചൂടുള്ള സമയത്താണ്. പൊട്ടാസ്യത്തിൻ്റെ കുറവാണെങ്കിൽ ആ സമയത്ത് ഇല കരിയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും കരിയണമല്ലോ. സോ അതുകൊണ്ട് എൻ്റെ ഒരു റീഡിങ് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൻ്റെ ഇല കരിയുന്നതെന്നാണ്. അപ്പോൾ എനിവേ ഞാൻ രണ്ടും ട്രൈ ചെയ്തു. ഞാൻ കുറച്ച് പൊട്ടാഷിലെ NPK കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, ചാണകപ്പൊടി ഞാൻ കുറച്ചിട്ട് കൊടുത്തു. പിന്നെ കണ്ടോ ഇതിൻ്റെ ചുറ്റും ഞാനൊരു ഇത് കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കുറേ കായ വീഴുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇത് ഈ മഴയത്തും കാറ്റത്തും പോയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, ജനുവരി ഓൺവേർഡ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വെള്ളവും നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. സോ ആ കായ വന്നതിന് ശേഷം, അല്ലെങ്കിൽ പൂക്കൾ വന്നതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ പൂക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാവാം നോക്കിക്ക് ഒരു ഇലയും കരിയുകയോ കാര്യമായിട്ട് കൊഴിഞ്ഞിട്ടുമില്ല. ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൊണ്ട് കൊഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയുമാണ് എൻ്റെ റംബൂട്ടാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സോ ഇനി സാധാരണ ഇതെല്ലാവരും ഈ വാവല് പക്ഷികളുടെയൊക്കെ ശല്യം കൊണ്ട് നെറ്റ് കൊണ്ട് കവർ ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെയും കവർ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ചെയ്യണമെന്ന് പ്ലാനില്ല, നോക്കട്ടെ. എന്തായാലും ഇത് പഴുത്തതിന് ശേഷം അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ മനസ്സിലായല്ലോ ഇതിൻ്റെ പിന്നിൽ എൻ്റെ എഫേർട്ട് വലിയ എഫേർട്ടൊന്നുമില്ല. പക്ഷേ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകും. കാരണം ഒട്ടും സ്പേസ് ഇല്ലാണ്ട് ഇത്രയും നല്ല രീതിയിൽ റംബൂട്ടാൻ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു തെളിവാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല, ഇത് ശരിക്കും N18 അടുത്തുള്ള വളരെ നല്ല റംബൂട്ടാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല രസമായിട്ടെല്ലാം പഴുത്തപ്പോൾ നല്ല റെഡ് കളറാണ്. ഞാനിതിനൊന്നും കവർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞു ഇത് വാവലിൻ്റെ ശല്യം ഉണ്ടാകും എന്നുള്ള സ്ഥലങ്ങളിൽ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വിടണം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, ഇവിടുത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരെണ്ണം ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം നിങ്ങളെ. നല്ലതൊക്കെ എടുക്കാം. യെസ്, കണ്ടോ? ആവും ഭയങ്കര സ്വീറ്റാട്ടോ. കണ്ടോ, ഇത് മൊത്തം കുരുവിലൊന്ന് വിട്ടുപോരും. ഇതതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ റംബൂട്ടാൻ വഴിവെക്കത്ത് മേടിക്കുകയാണെങ്കിൽ പകുതിയും ഇത് കുരുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ N18 തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ കണ്ടോ കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ടും കൂടെയാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുറേ കിടപ്പുണ്ട്. ഇനി ആ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ചുകൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇടവും എന്നാലും കാണാം. ഇത് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിലത്ത് തന്നെ കുറേ കിടക്കുക. യെസ്, കണ്ടോ, ഭയങ്കര രസമല്ലേ കാണാൻ തന്നെ. ശരിക്കും പൂക്കളെക്കാളും ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഇവിടെയും കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയ ബഞ്ച് കാണിച്ചു തരാം, നോക്കിയോ. ഇവിടെ കണ്ടോ, എനിക്ക് കണ്ടത് 1 കിലോയിൽ കൂടുതലുണ്ടാവും ഒരു ബഞ്ച്. പഴുത്തിട്ടില്ല, കണ്ടോ, ഹെവി ആയിട്ട് നിൽക്കാം. ഇവിടെ നോക്കിയാലും കുറേ കാണാം. നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ നല്ല പാകമായ കുറേ ഉണ്ട്. ശരിക്കും പഴുത്താതൊക്കെ ഇവിടെ കുറേ ഉണ്ട്, ഞാൻ കാണിച്ചില്ല. കണ്ടോ, കണ്ടോ, കേടിലുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതെല്ലാം കണ്ടിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് നമുക്കൊന്ന് വിളവെടുക്കാം. അമ്മ ഞാനും കൂടെ എടുക്കാൻ പോകണം. അമ്മ വന്നിട്ടുണ്ട്. വന്നമ്മ,
നമുക്ക് നടക്കാൻ സ്പീഡ് പോരാ. ഇവിടെ നിൽക്കി, ഞാൻ എടുത്തു തരാം. യെസ്, ഇതൊക്കെ നന്നായിട്ട് പഴുത്തു കേട്ടോ. ബാക്കിയുള്ള ഞങ്ങൾ വിട്ടിരിക്കാൻ പോവാം. യെസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇന്നത്തേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി പിന്നെ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇത് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഞാൻ കരുതുന്നു. ഈ വീഡിയോയും അതിൻ്റെ ഒരു സബ്ജക്റ്റും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.